ഹാപ്പി ന്യൂ ഇയർ! പ്രിയമുള്ള ഇക്കിളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് നിവാസികളെ, നമ്മൾ ഇന്ന് അതിസന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം സിനിമയിലും കൊച്ചിൻ കാർണിവലിലും മാത്രം കണ്ടുവന്നിട്ടുള്ള പപ്പാഞ്ഞിയെ കത്തിക്കൽ നമ്മുടെ ഈ ചെറിയ പഞ്ചായത്തിൽ ആദ്യമായിട്ട് അരങ്ങേറുകയാണ്. കൃത്യം രാത്രി 12 മണിക്ക് തന്നെ പപ്പാഞ്ഞിക്ക് തീ കൊടുക്കുന്നതാണ്. അതിനുശേഷം പാട്ട്, ഡാൻസ്, മിമിക്രി, ഫിഗർ ഷോ എന്നിവ കോർത്തിണങ്ങിക്കൊണ്ട് 3 മണിക്കൂർ ദൈർഘ്യമുള്ള വൺ മാൻ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. വൺ മാൻ ഷോ നമുക്കായി ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇക്കിളിക്കുന്ന് എന്ന നമ്മുടെ ഈ ചെറിയ ഗ്രാമം വിദേശ രാജ്യങ്ങളിൽ പോലും അറിയപ്പെടാൻ സാധ്യതയുള്ള നമ്മുടെ ഈ ഗ്രാമത്തിലെ ഏക കലാകാരൻ. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം കലാകാരനെ, ഇക്കിളിക്കുന്ന് റെജി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഞാൻ തന്നെ ഇക്കിളിക്കുന്ന് റെജി. ഞാൻ റിഹേഴ്സൽ ചെയ്ത് കണ്ടില്ലേ? ദൈവത്തെ വിളിക്കാതൊന്ന് എഴുന്നേറ്റ്. എന്റെയും നാട്ടുകാരുടെയും വക ഒരു സമ്മാനമുണ്ട്. പ്രസിഡന്റ്, ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വെച്ച് 10 ആള് കാണുക തിരണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെയാടാ ഈ പരിപാടി കഴിഞ്ഞ് ഈ കണ്ടത്തിലെ ചെറിക്കകത്തുനിന്ന് നിന്നെ തപ്പിപ്പിടിച്ച് ഈ ഗിഫ്റ്റ് നിന്നെ ഏൽപ്പിക്കുന്നത്? അതിനു മുമ്പ് ഞാൻ അങ്ങ് തന്നേ ഉള്ളൂ. എന്നാലും എന്താ പ്രസിഡന്റ്, നോക്കാലോ. ഇതെന്തോ പ്രസിഡന്റ്? ഇത് വേവിച്ച് തിന്നരുത്, പച്ചക്ക് കറ കളഞ്ഞ് വേണം തിന്നാൻ, എന്നാലേ നിന്റെ ക്രിമികടി മാറത്തുള്ളൂ. ക്രിമികടിയല്ല, ഞാൻ പുഴു അടിച്ചതാ. അതെ, നാളെ ഒരു സമയത്ത് എന്റെ പേരിലായിരിക്കും നിങ്ങൾ പോലും അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് വളർന്നു വരുന്ന ഒരു കലാകാരനെ മുളയിലെ നിങ്ങൾ നുള്ളരുത്. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ, നീ ഈ തോട്ടിലും മരമത്തും കിടന്ന് അലയുന്നല്ല, നീ ഒരു നല്ല പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ടോ റെജിമോനെ? കഴിഞ്ഞ കൊല്ലം കിടങ്ങിയ അമ്പലത്തില് നാടകത്തിന് കരടിയുടെ വേഷമിട്ട് കയറാൻ പറഞ്ഞ് ഞാൻ കയറി തകർത്ത് ജനങ്ങളെ ഫുള്ള് കയ്യിലെടുത്തില്ലേ? പറയുമ്പോ എഡിറ്റ് ചെയ്യാതെ മുഴുവൻ പറയണം, എന്നാലേ അവർക്കും കൂടെ അത് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇത് കേൾക്കണം. കാട്ടിലും നാട്ടിലും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു മൃഗമാണ് കരടി. ഞാൻ ആ കർട്ടൻ്റെ ഇടവഴി നോക്കുമ്പോൾ ഒരു കരടി നാണമില്ലാതെ നിന്ന് തല്ലുകൊള്ളുന്നു. ഞാൻ ഇതിൽ കൂടുതൽ എന്തു പറയണം? അതിനൊരു കാരണമുണ്ട്. എന്തുവാ? എന്റെ കഥാപാത്രം അത്രത്തോളം ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. ശരിയാ. ആ സ്വാധീനം മാറ്റാനായിട്ട് ചിരയു ആയുർവേദ സെന്റർ ഇവൻ 2 മാസമാണ് പോയത്. എന്നാലും ഞാൻ ആ വേഷമിട്ട് തകർത്താടിയില്ലേ ഇവിടെ കരടി വേഷത്തിൽ. എന്നിട്ട് ഇവന്റെ കരടി വേഷത്തിനോടുള്ള കൊതി മാറിയിട്ടില്ല എന്റെ മണിക്കുട്ടൻ ചേട്ടാ. ബാക്കി ഞാൻ പറയാം. ഇവൻ ആ കോസ്റ്റ്യൂം ഇട്ടോണ്ട് ഇവന്റെ വീട്ടിലോട്ട് ചെന്ന് കസാരയിൽ ഊണും കഴിഞ്ഞിട്ട് ഫയറും വായിച്ചോണ്ട് ഇങ്ങനെ കിടന്ന് ഇവന്റെ മുത്തച്ഛൻ്റെ അടുത്ത് നിന്ന് ഇവൻ പറയുവാ സർപ്രൈസ്. എങ്ങനെ നോക്കിയാലും ഒരു 5 വർഷവും കൂടെ ജീവിച്ചിരിക്കേണ്ട മനുഷ്യനായിരുന്നു. ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ 40 രൂപ ഫ്രെയിമിന്റെ അകത്ത് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്നാലെന്താ, അപ്പൊ സുഖമരണമായിരുന്നല്ലോ. അതങ്ങനെ ഫയറും വായിച്ചോണ്ടല്ലേ കിടന്നത്? പിന്നെ അതുകൊണ്ട് സുഖമരണമല്ല, ദുഃഖമരണമാണോ? അങ്ങനെ അങ്ങ് അവൻ വളച്ചൊടിച്ച്. എടാ, പിന്നെ പപ്പാനെ കത്തിക്കണ്ടേ? പിന്നെ കത്തിക്കാനല്ലാതെ കെട്ടിച്ചുടാനാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ആ പറഞ്ഞ കത്തിക്കണ്ടേ? കത്തിച്ചിട്ട് വീണ് എനിക്ക് എന്റെ മെഗാ ഷോ ചെയ്യാൻ. എന്നാ ചെയ്യാം. കത്തിക്കാൻ വരട്ടെ. കത്തിക്കാൻ വരണ്ട, ഇവിടെ കത്തിക്കാൻ വേറെ ആളുണ്ട്. അതല്ല പറഞ്ഞത്, പപ്പാഞ്ഞിയെ കത്തിക്കാൻ വരട്ടെ എന്ന്. ഇവിടെ തന്നെ നിന്നോണം. കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചോളാം. വീട്ടിൽ നിന്ന് പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇവിടുന്ന് പോയാ എന്റെ സ്വഭാവം അറിയാലോ. ആ, അതിന്റെ ഇടക്ക് ഓടിപ്പോണ ഇങ്ങോട്ട് വരാൻ. മനസ്സിലായില്ലേ? എന്ത് സംഭവം? ഇവൻ ഈ നാട്ടിലെ വലിയൊരു അല്പനാ. ഇവന്റെ അച്ഛൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പിന്നെ അവന്റെ അച്ഛന്റെ ആത്മാവ് അവന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ചെറുക്കൻ നടക്കുന്നത്. അച്ഛനെയാണോ ഈ കഷത്ത് വെച്ചോണ്ടിട്ടുണ്ടോ? ആ, ചോദിക്കാം. അതെ, ഇങ്ങോട്ടൊന്നും പറയണ്ട. ചെറുകടി വീട്ടിൽ വിവേകൻ. ചെറിയ കടിയൊന്നും അല്ലത്. നമുക്കറിയാം ചെറിയ കടിയൊന്നും അല്ലത്. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ പൊന്നു ഇതെന്നാടാ ഇത്? നിന്റെ പാന്റ് ഷർട്ട് പോയി പിണങ്ങി എന്റെ കോസ്റ്റ്യൂമാന്നുള്ള കാര്യം പ്രസിഡന്റിന് അറിയാലോ. പിന്നെ എനിക്ക് ട്രാക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു ഡയലോഗ് അടിച്ചത്. ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന എനിക്കൊന്ന് കാണണം. അത്രേ ഉള്ള. റിജിമൻ ഒരു കസാരയും എടുത്ത അവൻ ആ ഫ്രണ്ടിൽ പോയി കാണിട്ട് ആ പ്രശ്നം അങ്ങ് തീരുവല്ലോ. കസാര എടുത്തടാ. അതല്ലെന്ന് പറഞ്ഞത്, ഈ പപ്പാഞ്ഞിയെ കനിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും കാണാം. ദൂരെ നിന്ന് കാണണം, തീപ്പൊരിയൊക്കെ പുറത്ത് വീഴും. എല്ലാവരും പറഞ്ഞു, ഞാനും അതല്ലേ പറഞ്ഞേ. ഈ ക്ലാപ്പന്മാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇതല്ലെന്ന് പറഞ്ഞത്. പിന്നെ
എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം ഈ പപ്പാഞ്ഞിയെ നിങ്ങൾ കത്തിക്കുന്നത്. എടാ എല്ലാരും കണ്ണുകൊണ്ട് തന്നെ കാണുന്നത്, നിങ്ങൾക്കും കണ്ണുകൊണ്ട് കാണാൻ ഇത് കത്തിക്കുന്നത്. കണ്ടോ? അതിനെന്താ? സുഖമില്ലടാ നിനക്ക്. എന്റെ ഈ കൈയിരിക്കുന്ന എന്തുവാന്ന് മനസ്സിലായ? കള്ളാസ്. എന്നാന്ന്? കള്ളാസ്. ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞ ഉണ്ടല്ലേ കന്നാസ്. കന്നാസും മണ്ണെണ്ണ ഒന്നുമല്ല, എടോ എന്റെ അച്ഛന്റെ മുഖച്ചായുള്ള ഈ പപ്പാഞ്ഞിയെ കത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നതാ? അത് നിനക്കെങ്ങനെ ധൈര്യം വന്നതാ പ്രസിഡന്റ്? എന്റെ സ്വന്തം അച്ഛന്റെ മുഖമുള്ള ഈ പപ്പാഞ്ഞി ഇവന്മാര് കത്തിക്കാൻ പോണ്. ആലോചിച്ച് നോക്കി. ഇതിനേക്കാളും വലിയ അയ്യാണ് ഇത് പറഞ്ഞപ്പോ ജഡ്ജി എന്റെ മുഖത്ത് നോക്കി വെച്ചത്. അപ്പൊ തന്നെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അങ്ങ് കാണിച്ചു കൊടുത്തു. അയ്യെന്ന് വെച്ച ജഡ്ജി കരഞ്ഞോണ്ട് വന്നാണ് എനിക്ക് ഈ സ്റ്റേ ഒപ്പിട്ട് തന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ മത ആചാരപ്രകാരം ഞാൻ ഈ പപ്പാഞ്ഞിയെ കത്തിക്കും. അതെ, അത് നടക്കത്തില്ല. എന്തുകൊണ്ടും ഇത് കത്തിക്കാൻ അർഹനായിട്ടുള്ള വ്യക്തി ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ്. പ്രസിഡന്റ് തന്നെ അതിന് കൊള്ളിവെക്കും. എന്റെ ഐസ്ക്രീം കച്ചവടക്കാരാ ഇങ്ങോട്ടൊന്ന് വന്ന ഡാൻസുകാരൻ. ഓ, അത് പറഞ്ഞാ ഇപ്പൊ ഇയാൾ ഇവിടെ കിടന്നങ്ങ് കൊഴുക്കും. എന്തിനാ വിളിച്ചേ? പണ്ട് നാട്ടുകാരുടെ ഇടയിൽ അങ്ങനെ ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു. എന്തുവാ? എന്റെ അച്ഛന്റെ ജാരസന്തതിയാണ്. തെന്നിത്തരം പറയരുത് വിവേക, തെന്നിത്തരം പറയരുത്. എനിക്ക് ഈ നാട്ടിൽ ഇത്തിരി ഇത് വിലയൊക്കെ ഉള്ളതാ. നാട്ടിൽ വിലയൊക്കെ ഉള്ള നാട്ടില് നിലയം വിലയുള്ള ഒരു പ്രസിഡന്റ് പണ്ട് ഓണത്തിന് ഒരു പുലിവേഷം കെട്ടി ഇവൻ എന്റെ വീട്ടിൽ വന്നായിരുന്നു. ഞാൻ എന്റെ റാംബോ പട്ടിക്ക് ഈ നീളമുള്ള ഒരു ചിക്കൻ ഫ്രൈ വെച്ച് കൊടുക്കുകയായിരുന്നു. ഒറ്റ ചാട്ടത്തിന് ഇവൻ ആ പട്ടിയുടെ വായിന്ന് ചിക്കൻ കടിച്ചെടുത്ത്. ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറയുവാണ്, അത് പട്ടിയാണെ ഞാൻ പുലിയാ, എനിക്ക് തിന്നാന്ന്. അതാണ് ഇവൻ പറഞ്ഞ ഇവന്റെ മാന്യത. അത് പിന്നെ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചല്ലേ? 45-ാമത്തെ വയസ്സിലാണ് ഇവൻ ചിക്കൻ ഫ്രൈ പട്ടിയുടെ വായിൽ നിന്ന് കടിച്ചെടുത്തത്. അപ്പോഴും നിനക്ക് അറിവ് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് പപ്പാഞ്ഞിയെ കത്തിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? കത്തിച്ചോ കത്തിച്ചോ, വിഷയമില്ല. കത്തിച്ചോ കത്തിക്കും ഞാൻ. കത്തിച്ചോ, വിഷയമില്ല. കത്തിക്കാനാ വന്നത്, കത്തിച്ചിട്ടേ ഞാൻ പോകും. എനിക്കറിയാൻ പാടില്ല വിവേക. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞു. ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്ത് ചെയ്യുന്നു? അച്ഛൻ ഓക്കെ ആണോ? ഒരു മിനിറ്റ്. അച്ഛനൊക്കെ ആണല്ലോ. പറഞ്ഞ വാക്ക് പാലിക്കണം. എനിക്കറിയാം കേട്ടല്ലോ. എന്റെ പൊന്നെണിങ്ങി വന്നടാ. ഞാൻ പറഞ്ഞ ഞാൻ ഈ സമയത്ത് ഡാൻസ് കളിക്കാന്ന്. അതിന്റെ ഇടയ്ക്ക് അവന്റെ മണ്ണെണ്ണ വിളക്കും. ഇടാ, നമ്മൾ ഈ നാട്ടുകാരുടെ പിരിവെടുത്ത് ഈ പപ്പാനി ഇവിടെ ഉണ്ടാക്കി വെച്ച് ഇനിയിപ്പോ ഈ നാട്ടുകാർ എന്നെ കൊല്ലൂലേ? അത് തീർച്ചയായും നമ്മൾ എന്നെ ചെയ്ത്. എന്റെ പ്രസിഡന്റ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്ക്. പ്രസിഡന്റ് വിചാരിച്ച നടക്കും. എനിക്ക് മെഗാ ഷോ ചെയ്യാനുള്ളതാണെന്ന്. ചെല്ലുന്ന്. ഒരു മിനിറ്റിക്ക് വന്നേ.